നമ്മൾ സാധാരണ നമ്മുടെ ശ്രീചക്ര പൂജാ വിധാനത്തിലൊക്കെ നവാഭരണ പൂജ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ശ്രീചക്രത്തിന്റെ ഭൂപുരം മുതൽ ബിന്ദുസ്ഥാനം വരെ 9 ആഭരണങ്ങളുണ്ട്. ആ ആഭരണങ്ങളായിരിക്കുന്ന ചക്രങ്ങളും ചക്രദേവതകളെയും ഒക്കെ പൂജിച്ചാണ് അതിന്റെ ആ പദ്ധതി അവസാനിക്കുന്നത്. അങ്ങനെയാണ് ബ്രഹ്മബോധ തത്വം ശ്രീവിദ്യാ സമ്പ്രദായമൊക്കെ മുന്നോട്ട്, അല്ലെങ്കിൽ ശ്രീചക്ര സംവിധാനം മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിനും സപരിവാരമായി പൂജിക്കുന്ന എല്ലാ പദ്ധതികളിലും അങ്ങനെ തന്നെയാണ്. ആ പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരമാണ്, അല്ലെങ്കിൽ പൂർണ്ണതയിൽ നിന്ന് പുറത്തേക്കുള്ള സഞ്ചാരമാണ്. അതിനെ സൃഷ്ടി സംഹാരം എന്നൊക്കെ പറയും. ആ ക്രമത്തിലാണ് പൂജാവിധാനങ്ങൾ. ഇവിടെ മലവാര ക്രമത്തിൽ പലപ്പോഴും പലരും പറഞ്ഞ മലവാര ക്രമത്തിൽ ഒന്നുമില്ലാതെ ആഭിചാര മന്ത്രവാദ കൂടപത്രമാണ്, അല്ലെങ്കിൽ തെറ്റായിട്ട് മറ്റു ദൈവങ്ങളെ ഒന്നും ആരാധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ദൈവമാണെന്നൊക്കെ പറഞ്ഞവർ നമ്മൾ പലപ്പോഴായി പറഞ്ഞു. അതൊരു മൂഢതയാണ്. അത് ദുബായ് കാണാത്തോണ്ട് ദുബായ് ഇല്ല എന്ന് പറയുന്ന പോലെ ഒക്കെയാണ് ഇതിന്റെ കഥ. അപ്പൊ ഇവിടെ ഈ മലവാര ക്രമത്തിൽ ആവരണം എന്ന് പറഞ്ഞത് പഞ്ചാവരണമാണ്. 5 ആഭരണമാണ് പ്രധാനമായിട്ടുള്ളത്. അത് വേണം എങ്കിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ചെയ്യാം. പക്ഷെ സാമാന്യന് 5 ആവരണത്തിലാണ് പൂജിക്കാറ്. അത് ആവരണം എന്ന് പറയുമ്പോൾ ഏറ്റവും പുറത്തെ ആവരണം 16 കർമ്മമാണ്. പിന്നെ അതിനുശേഷം അകത്ത് 9 കർമ്മമാണ്. തൊട്ട് വരുന്ന കർമ്മം 5 കർമ്മമാണ്. 5 കർമ്മം കഴിഞ്ഞാൽ നേരെ 3 കർമ്മം. 3 കർമ്മം കഴിഞ്ഞാൽ ഒറ്റ കർമ്മം. 16ൽ നിന്ന് 1ലേക്കാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അതാണ് മലവാര സമ്പ്രദായത്തിന്റെ സംഹാരക്രമം. അതൊരു കൗള പദ്ധതി എന്ന് പോലെ പറയാൻ പറ്റും. മലവാരത്തിന്റെ വാരത്തിൽ നിന്ന് മലയിലേക്കുള്ള ആ സഞ്ചാരമാണ് 16ൽ നിന്ന് 1ലേക്കുള്ള ക്രമം. എന്നാൽ മലയിൽ നിന്ന് വാരത്തിലേക്കുള്ള ക്രമം എങ്ങനെയാണ്? 1, 3, 5, 9, 16 ഇങ്ങനെയാണ്. അപ്പൊ 1ൽ നിന്ന് 16ലേക്കും 16ൽ 1ലേക്കും ഇതാണ് ഇതിന്റെ ക്രമം. ഈ പൂജ ചെയ്യുന്ന നേരത്ത് സംഹാരക്കാരാണെങ്കിൽ, ഇപ്പൊ യോഗി പാരമ്പര്യമാണെങ്കിൽ സംഹാരത്തിൽ 16ൽ നിന്ന് 1ലേക്ക് കൊണ്ടുപോയി നിർത്തി പൂജ അങ്ങനെ നിർത്തി. ഒപ്പം എന്ത് ചെയ്യും? അത് നമ്മൾ നേരെ ഭൗതികത കൂടി ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുന്ന നേരത്ത് 1ൽ നിന്ന് 16ലേക്ക് കൊണ്ടുവന്ന് നിർത്തും. 16 എന്താണ്? 16 നമ്മളുടെ ഈ ദേഹത്തിന് 16 അടി പന്തലകത്ത് വന്ന് അടിക്കളിക്കേണ്ട ദേവിയെ എന്ന് പറയുന്ന ഈ 16, അതുപോലെ എന്താ പറയാ, 5000 കല്ലും കൊണ്ട് അടിയും കെട്ടി 3000 കല്ലും കൊണ്ട് മോളും കെട്ടി 16 തൂണിൽ പന്തലും കിട്ടി എന്ന് പറയും. അപ്പൊ 16 തൂണിന്റെ പന്തൽ എന്ന് പറഞ്ഞാൽ 16 തത്വങ്ങൾ ഒടിക്കുന്ന ശരീരം. നമ്മളെ സംബന്ധിച്ച് ശരീരം പ്രകൃതിയെ സംബന്ധിച്ച് പ്രകൃതി തന്നെയാണ്, പരാശക്തി തന്നെയാണ് ആ ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം. അപ്പൊ ഈ ഒരു 16 ആയിരിക്കുന്ന ശരീരമോ നമ്മളുടെ എല്ലാം ഭൗതികമായതാണ് ഈ 16 കർമ്മം. ഒന്നോ നമ്മളുടെ ഒരു ശരീരത്തെ സംബന്ധിച്ച് ജീവാത്മാവാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പരമാത്മാവ്. അപ്പൊ അതിൽ നിന്ന് ഈ 16ലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഭൗതികതയാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലേ, അപ്പൊ അതിൽ കൊണ്ടുവന്ന് നിർത്തുക എന്ന ക്രമമാണ്. ഈ ഒരു പദ്ധതി മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളത് പോലെ തന്നെ മലവാരത്തിലും കൃത്യമായി സിസ്റ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അവിടെ യോഗ പദ്ധതിയുണ്ട്, ഭോഗ പദ്ധതിയുണ്ട്, യോഗഭോഗ പദ്ധതിയും ഉണ്ട്. അത് മനസ്സിലാക്കി ആ രീതിയിൽ പോകുമ്പോൾ ഇതിന്റെ പൂർണ്ണ ഫലം ഉണ്ടായിരിക്കും. ചില ഓരോരോ കഷ്ണമായിട്ടൊക്കെ 9 16 മാത്രം ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ അതല്ല, ഈ ഒരു ക്രമത്തിൽ ഇങ്ങനെ 5 കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ ഇന്നത്തെ ഒരു തന്ത്രശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ ഒരു ക്ഷേത്രതന്ത്ര സംവിധാനം ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇങ്ങനെ 5 കോശങ്ങളെ കുറിച്ച് നമ്മളെ തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. ഈ 5 കോശങ്ങൾ കൃത്യമായി നമ്മൾ മാടനും മറുതയും ഒക്കെയാണെന്ന് പരിഹസിക്കുമ്പോൾ, കോരനും മുണ്ടനും ചാത്തനും അറിവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു വൈദിക സമ്പ്രദായം പിൻപറ്റുന്നവർ മാത്രമായിരുന്നു ശ്രേഷ്ഠരെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ ചിന്തിക്കൂ. ഇത്ര മഹത്തായ ഒരു പദ്ധതി ഉണ്ടായിട്ട് ആ പദ്ധതി കൈകാര്യം ചെയ്ത ആളുകളാണ്. പിന്നെ ഏത് പദ്ധതിയിലും കാലക്രമത്തിൽ അജ്ഞാനികളും അറിവില്ലായ്മയൊക്കെ വന്നുകൂടും. അത് വൈദികത്തിലുണ്ടായിട്ടുണ്ട്, താന്ത്രികത്തിലുണ്ടായിട്ടുണ്ട്, മറ്റു മതങ്ങളിലും ലോകങ്ങളിലും ദർശനങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചവരുണ്ട്, സംഭവിച്ച് നിലനിൽക്കുന്നവരുണ്ട്, മാറി വരുന്നവരുണ്ട്. അപ്പൊ ഈ മാറ്റത്തെ എപ്പോഴാണ് ഇതിന്റെ പരമ്പരാഗത വക്താക്കളിനെ മനസ്സിലാക്കുന്നത്, അതിനെ ഉൾക്കൊള്ളുന്നത്, അപ്പോൾ അവരും തിരിച്ചു വരും. തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളൊക്കെ കാഴ്ചവെക്കുന്നത്. എന്താണ്? ഈ പൂർണ്ണതയിലേക്ക് വരുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് അവരുടെ പദ്ധതിയുടെ പൂർണ്ണത. കേവലം ഒരു മൂർത്തിയുടെ ഒരു ആരാധനയിൽ ഒരു ദർശനത്തിന് വേണ്ടി അതിൽ പോകുമ്പോൾ അത് കേവലമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭക്തി യോഗത്തിന്റെ ഭാഗമായിട്ട് ഭക്തി കൊണ്ട് പോകുന്നു. ഭക്തി ശ്രേഷ്ഠമാണ്. എന്നാൽ ഭക്തി മാത്രം പോരാ, ഭക്തിക്കൊപ്പം ജ്ഞാനം കൂടിയും വേണം. ആ ജ്ഞാനം കൂടി ആകണമെങ്കിൽ ഇത്തരം പദ്ധതികൾ വേണം. ഇത്തരം പദ്ധതികളിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയാൽ തീർന്നു.
നമ്മൾ വലിയൊരു ഒരു 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 ക്വസ്റ്റ്യൻ പേപ്പറിൽ വലിയൊരു എസ് എഴുതാൻ വേണ്ടി കഷ്ണം എഴുതിയിട്ട് കാര്യമില്ല, അതിന് പൂർണ്ണമായിട്ട് എഴുതണ്ടേ. ഇത് പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു കാര്യം പരിപൂർണമാകുമ്പോഴേ ഉള്ളൂ അതിന്റെ പൂർണ്ണ ഫലം കിട്ടുക, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വീട് കെട്ടുകയാണെങ്കിലും വീട് കെട്ടാൻ തറ ഇട്ടുകൊണ്ട് വീടാവില്ല. അതിന്റെ എല്ലാ പണിയും കഴിയുമ്പോൾ വീട് പണി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പകുതി ഇനിയുണ്ട്, തേപ്പുണ്ട്, നിലമ്പണി ഉണ്ട് എന്നൊക്കെ പറയില്ലേ. ഇതുപോലെയാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഇവിടുന്ന് കൊച്ചിയിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ തൃശ്ശൂർ എത്തിയിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ കൊച്ചിയിൽ എത്തിയിട്ടില്ല, തൃശ്ശൂർ എത്തിയിട്ടുള്ളൂ. കൊച്ചിയിൽ എത്തുമ്പോഴാണ് അതിന്റെ യാത്ര പൂർത്തീകരിക്കുന്നത്. ഇവിടെ മലബാര സമ്പ്രദായത്തിന്റെ യാത്ര ഇപ്രകാരമാണ്. അപ്പൊ അതിൽ ഈ ഒരു സംഹാരോ സൃഷ്ടിയോ ആവട്ടെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന 16 തത്വമുണ്ട്, 9 തത്വമുണ്ട്, 5 തത്വമുണ്ട്. 5ഒക്കെ പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. നമ്മൾ ശ്രീ വിദ്യാസമ്പ്രദായമൊക്കെ പിൻപറ്റുന്ന ആളുകളാണെങ്കിൽ പഞ്ചബാണങ്ങളെ കുറിച്ചും ഒക്കെ അവരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അപ്പോ ഇവിടെ 5 തത്വമുണ്ട്, 3 തത്വമുണ്ട്. 3 ശ്രീചക്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാളി സമ്പ്രദായത്തെ സംബന്ധിച്ച് ബിന്ദു കഴിഞ്ഞാൽ അടുത്തത് മുക്കോണാണ് ഇല്ലേ. 3 ബിന്ദുക്കളുടെ സങ്കല്പം വരുന്നുണ്ട്. ഇനി പ്രഥമ ബിന്ദുവിനെ കുറിച്ച് എന്താണ് സങ്കല്പം? അവിടെ മുഖമായിട്ടും അതുപോലെ തന്നെ ആറുകളായിട്ടൊക്കെ പറയുമ്പോ അത് തന്നെയല്ലേ ഈ മലബാര സമ്പ്രദായക്കാരന് മുറം വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇപ്പോ ആ കുഴിയുള്ള മുറത്തേക്ക് സംബന്ധിച്ച് വെച്ചുമ്പോൾ 2 മാറുകളും ബിന്ദുവൊക്കെ നമുക്ക് അവിടെ ദർശിക്കാൻ പറ്റും. അപ്പൊ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഉത്കൃഷ്ടമായ സാധനാ പദ്ധതി, ഏത് സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സിലാക്കുന്ന ഒരു പദ്ധതി ഇല്ലേ. പക്ഷെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ അറിയാനേ പറ്റില്ല. നമ്മളിപ്പോഴും നമുക്ക് അറിയാത്ത ഭാഷയൊക്കെയുള്ള സംസ്കൃതമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയുണ്ടെങ്കിൽ അതിന്റെ പുറകെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതിന്റെ പുറകെ സഞ്ചരിക്കുന്നത് അതെന്തോ ഉത്കൃഷ്ടമാണ്. നമുക്ക് നമ്മുടെ ഭാഷ, നമ്മുടെ മാതൃഭാഷയിൽ ഈ പറയുന്ന മാത്രനാടിന്റെ രാജ്യം പോലെ തന്നെയാണ് ഈ നാട് ഇല്ലേ. അപ്പൊ നമ്മുടെ സ്വന്തം സ്വത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു കിട്ടുന്ന നമ്മളെ നാടിന്റെ സ്വന്തം എന്ന് പറയാവുന്ന ഈ ഉപാസനാ പദ്ധതിയുടെ മഹത്വം അറിയാതെ, ഇതിനെ മനസ്സിലാക്കാതെ നമ്മൾ മറ്റു പലതിലേക്കും പോയി അതിനെ ഉദ്ഘോഷിക്കുന്ന, അതിന് ശ്രേഷ്ഠം തന്നെയാണ്, അതിനൊരു കുറവില്ല. എന്നാലോ സ്വന്തം അമ്മയുടെ മഹത്വം പറയാതെ അപ്പുറത്തുള്ളവരുടെ മഹത്വം പറയുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിചാരം ചെയ്യുക, നമുക്ക് എന്തറിയാം നമ്മെക്കുറിച്ച് എന്നുള്ളത്. നമ്മെക്കുറിച്ച് അറിയേണ്ടി വേണ്ടേ അപ്പുറത്ത്. ആ നമ്മെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംശയമില്ല, മലയാള മണ്ണിന്റെ യഥാർത്ഥ ദേവത എന്ന് പറയുന്നത് മലബാര ദേവതയായിരിക്കുന്ന നീലിയും ചാത്തനും തന്നെയാണ്. അതിൽ വരുന്ന പരിവാരമൂർത്തികളുമാണ്. അതിന്റെ ഗുരു പരമ്പരയാണ് മുത്തപ്പന്മാര്. ഗുരുപരമ്പര ശ്രീചക്രത്തിലാണ് നമുക്കറിയാൻ പറ്റും. അവസാന പൂജയൊക്കെ വരുന്ന സമയത്ത് ഔഘങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഗുരു ഔഘങ്ങളെ കുറിച്ചിട്ട്. ഇപ്പൊ ഗുരു ഔഘങ്ങൾ പറയുന്നത് തന്നെയാണ് ഇവിടെ മുത്തപ്പന്മാരെന്ന് പറയുന്നത്. ആദ്യ മുത്തപ്പൻ, മലബാര മുത്തപ്പൻ, ഗുരുമുത്തപ്പൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ക്രമം ഇല്ലേ. ഇത് ഇത്രയും നമ്മൾ സൂചിപ്പിക്കുന്നത് ജ്ഞാനികൾക്ക് കൂടി ചേർത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അവർ ഇതിന്ന് മനസ്സിലാക്കട്ടെ ഇതിന്റെ മഹത്വം. മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവർക്കാണ്. നമ്മൾ കണ്ടതൊന്നുമല്ല എന്നുള്ള ബോധം. നമ്മൾ കണ്ടതല്ല പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ വീണയുമുണ്ട്, പണ്ട് നാട്ടുകാർ പറയാറുണ്ട്. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഉണ്ടായിക്കൊണ്ട് മലബാര സമ്പ്രദായത്തിന്റെ മഹത്വം പറഞ്ഞ് അതിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പൂർണ്ണമായ മലബാരികളോ ആദിമാർഗികളോ ആകണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ അവസ്ഥ, അല്ലെങ്കിൽ അത് എന്ത് ജ്ഞാനത്തിലൂടെ അവരാർജിച്ച് നിങ്ങൾക്ക് അതിലൂടെ തന്നെ ഒരു മലബാരം എന്ന് പറയുന്ന പൂർണ്ണ ആ പറഞ്ഞ പരാശക്തിയും പരമേശ്വരന്റെയും മേളനം കൊണ്ടുണ്ടാകുന്ന ആത്മീയ അനുഭൂതി എന്തോ അത് നേടാൻ പറ്റും. ആ നേടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദമാണ് യഥാർത്ഥത്തിൽ ആ പരമേശ്വര തത്വം. അല്ലാതെ ഏതെങ്കിലും ആളുകൾ വരച്ചുണ്ടാക്കുന്ന ചാത്തനോ കൊത്തിയുണ്ടാക്കുന്ന ചാത്തനോ നീലിയോ ഒന്നും തന്നെ അല്ല. ബാഹ്യ പ്രകടനങ്ങൾ നമ്മളെ മനസ്സിന്റെ പരിമിതി കൊണ്ട് ഗുരുക്കന്മാരും മുത്തപ്പന്മാരും നമുക്ക് നൽകിയിരിക്കുന്ന അടയാളങ്ങൾ മാത്രമാണ്. അതാണോ? അതല്ലേ, അതാണ് താനും. എന്തായാലും ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് മലബാരത്തിന്റെ ഈ ക്രമസേവയുടെ ഭാഗമായിട്ട് സാധന ചെയ്യാനും ഇതൊക്കെ ചെയ്യണമെങ്കിൽ സാധനാ പദ്ധതി ഉണ്ട്. സാധനാ പദ്ധതിക്ക് 4 തട്ടുണ്ട് എന്ന് പറയാം. അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് അതിന്റെ ജപമുറ, അതിന്റെ ധ്യാനമുറ, അതിന്റെ തർപ്പണമുറ, അതിന്റെ നമസ്കാരമുറ, ഇതെല്ലാം അതുപോലെ തന്നെ നമുക്ക് പ്രത്യക്ഷ ജലോപാസന, അതുപോലെ തന്നെ ഈ അഗ്നി ഉപാസന, മണ്ണിന്റെ ഉപാസന, ഇതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് വിചാരം ചെയ്യാം. എന്തായാലും ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അതിന്റെ മഹത്വം മനസ്സിലാക്കി ഇപ്പോൾ ഏത് നിങ്ങൾ LKG UKG 10ാം ക്ലാസ്സോ ഡിഗ്രിക്കോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി എന്താണോ പഠിക്കുന്നത് അവിടുന്ന് അപ്പുറം കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാർഗത്തിൽ കടന്നുകൊണ്ട് സ്വന്തം സ്വത്വത്തിൽ ഊന്നിക്കൊണ്ട് സ്വന്തം നാടിന്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്താനാകട്ടെ. അത് ആണിനും പെണ്ണിനും ജാതിക്കും മതത്തിനും ഭേദമില്ല. അല്ലെങ്കിൽ സമ്പ്രദായം അനുശാസിക്കുന്ന അധാർമിക മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഭാഷയോ ഭക്ഷണമോ ഒന്നും ഇവിടെ നിഷേധങ്ങളില്ല എന്ന് കൂടി അറിഞ്ഞിരിക്കുക. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തുപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല വടിമാനമക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷത്ത് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഓം ഹരി നമ ചണ്ടാള രൂപായ കുലുഗുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.